ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് പാവപ്പെട്ട സ്ത്രീയായ മറിയാമിൽ ദൈവോത്തരനായ ക്രിസ്തു ഗുരുവായത്? അതൊരു ചോദ്യമാണ്. പല പല കൊട്ടാരങ്ങളിലും രാജകൊട്ടാരങ്ങളിലും രാജകുമാരിമാരെല്ലാം ഒരുങ്ങിയിരുന്നത് പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു ക്രിസ്തു ജനിക്കാൻ പോകുന്നു. കൊട്ടാരത്തിൽ വന്ന് ജനിക്കുമെന്ന് പറഞ്ഞ് പല പല കൊട്ടാരത്തിലും രാജകുമാരിമാരും സ്ത്രീകളും ഒരുങ്ങിയിരുന്നു. എങ്കിലും ക്രിസ്തു ജനിച്ചതോ നിർമ്മല ഹൃദയമുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയിലായി. എന്തുകൊണ്ട് പാവപ്പെട്ട സ്ത്രീയായ മറിയാമിൽ ക്രിസ്തു ജനിച്ചു? അത് നിർമ്മല ഹൃദയമുള്ളവളും താഴ്മയുള്ളവളും വിനയമുള്ളവളും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കഴിഞ്ഞുകൂടുവായ പാവപ്പെട്ട സ്ത്രീയായിരുന്നു. ആ സ്ത്രീയിലാണ് ജന്മം കൊണ്ടത്. ഗബ്രിയേൽ ദൂതൻ മറിയാമിൻ്റെ അടുക്കൽ വന്ന് ഉറക്കത്തിൽ പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറയും, അതിൽ ദൈവോത്തരനായ ക്രിസ്തു നിന്നിൽ ജനിക്കാൻ പോകുന്നു എന്ന് ദൂതൻ അരുളി ചെയ്തപ്പോൾ മറിയാം പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. അങ്ങനെ താഴ്മയുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് താഴ്മയും ക്ഷമയും വിനയവും ഉപവാസവും പ്രാർത്ഥനയും ഉള്ളവരിൽ ക്രിസ്തു ജനിക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ക്രിസ്തു ജനിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടായിരിക്കണം. താഴ്മ, ക്ഷമ, വിനയം എല്ലാം ഉണ്ടായിരിക്കണം. എങ്കിലേ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കും. മറിയാമിൻ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാവപ്പെട്ട സ്ത്രീയായ ഒരു കന്യകയിൽ ദൈവോത്തരനായ ക്രിസ്തു രൂപം കൊണ്ടത്. മറിയാം ദൂതനോട് പറഞ്ഞത് തന്നെ, ഞാൻ കർത്താവിൻ്റെ ദാസി, എൻ്റെ വാക്കുകൾ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ദാസിയായിട്ട് ജീവിക്കാൻ ഓരോരുത്തരും പരിശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിലും ക്രിസ്തു ജനിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. എല്ലാവർക്കും നന്ദി. ഇനി ഒരു ചെറിയ ഗാനം കൂടെ കേൾക്കാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി തീരുന്നു, സാധു ജ്ഞാനീശോനി തന്നെ കേശി ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു, വൈഷമ്യമുള്ളതുകൊന്നു കരകേറി നടകൊള്ളുക, രക്ഷകനൻ കാലുകൾക്കു വേഗമാ തീർന്നൻ പാതയിൽ ഞാനിനെ പോലോടിടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയി. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.